എനിക്ക് മനസ്സിലായില്ല ഗുരുജി. ആത്മസമർപ്പണ പൂജ തീരുന്നതിന് മുമ്പ് ഓർമ്മകൾ സമൃദ്ധിയിലേക്ക് തിരിച്ചു വന്നില്ല എങ്കിൽ പിന്നീട് ഒരിക്കലും ആ ഓർമ്മകൾ വരില്ല. നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറം അവൾ അനുഭവിക്കുന്ന വേദന. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. എനിക്കെന്തൊക്കെ നഷ്ടങ്ങളുണ്ടായാലും ആദ്യം സമൃദ്ധിക്ക് ഓർമ്മ തിരിച്ചു കിട്ടട്ടെ. ബാക്കിയൊക്കെ അത് കഴിഞ്ഞ് നോക്കാം. കേട്ടില്ലേ മോളെ അവൻ പറഞ്ഞത്? അവള് പോകുന്നെങ്കിൽ പോട്ടെ എന്നല്ലേ അതിനർത്ഥം? അതെ, ഗോകുലിന്റെ മനസ്സ് ഇപ്പൊ ഏകദേശം ആ ഒരു തീരുമാനത്തിലേക്ക് മാറിക്കഴിഞ്ഞു എന്നാ എനിക്ക് തോന്നേ. ഇനി തീരുമാനിക്കേണ്ടത് അമ്മയാ, ഈ ചികിത്സ മുടങ്ങണോ വേണ്ടയോ എന്ന്. മുടക്കണം. അതിനല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഗൗരിമോളുടെ മുഖത്തെ സന്തോഷം എന്നും എനിക്കവിടെ കാണണം. മറ്റൊന്നും എനിക്ക് വിഷയമല്ല. സമൃദ്ധിയുടെ ചികിത്സ ഒരിക്കലും പൂർത്തിയാകാൻ പാടില്ല. അതിന് മോൾ അമ്മയെ സഹായിച്ചേ പറ്റൂ. അമ്മ പേടിക്കണ്ട, അമ്മയ്ക്ക് ഞാൻ തന്ന വാക്ക് തെറ്റില്ല. ചികിത്സയുടെ അടുത്ത ഘട്ടം തുടങ്ങാൻ പോവല്ലേ, അതൊരിക്കലും അവള് പൂർത്തിയാക്കില്ല. ഇത് അമ്മയ്ക്ക് ഞാൻ തരുന്ന ഉറപ്പാ. ഹലോ, അമ്മ എന്താ ഇതുവരെ ഒന്ന് വിളിക്കാതിരുന്നത്? ഞാൻ ഇവിടെ തീ പിടിച്ചതുപോലെ നിൽക്കുക. അമ്മ വെറുതെ എന്നെ കൂടി ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. ഇതുവരെ വിചാരിച്ച കാര്യമൊന്നും നടന്നില്ല. ഞാൻ ചെയ്യുന്നതെല്ലാം ആരോ തട്ടിമാറ്റുന്നത് പോലെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുക. ആകെ ഒരു പ്രതീക്ഷ അവന്തികയില്ല. അവന്തികയല്ലേ ഏറ്റതല്ലേ? എന്തായാലും അവള് തീരുമാനം ഉണ്ടാക്കി തരും. ഇവിടെ ഞാനും ആകെ ടെൻഷനില്ല. നിനക്കെന്താ ടെൻഷൻ? രാജീവിന്റെ കാര്യവും നോക്കി മര്യാദയ്ക്ക് അവിടെ ഇരുന്നാ പോരെ? രാജീവേട്ടനെ ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല. പിന്നെ എന്തൊക്കെയോ മാറ്റങ്ങൾ രാജീവേട്ടനുണ്ട്. എന്തു മാറ്റം? അങ്ങനെ ചോദിച്ചാ പറയാൻ എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല. പക്ഷേ ചില നേരത്തെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോ എനിക്ക് തന്നെ പേടിയാവും. അതൊക്കെ നിനക്ക് തോന്നുന്നതാ. അതെന്റെ തോന്നലൊന്നുമല്ല, എനിക്ക് ഉറപ്പാ. രാജീവേട്ടൻ എന്തൊക്കെയോ നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. എന്തായാലും 2-3 ദിവസം കൂടെ കഴിഞ്ഞാ ഞങ്ങളങ്ങ് തിരിച്ചെത്തില്ലേ? അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ. പോയതുപോലെ തിരിച്ചു വന്നാ മതി. ഇല്ലെങ്കിൽ ചിലപ്പോ എല്ലാരും കൂടി കോടതി കയറേണ്ടി വരും. ഓർമ്മ മടങ്ങുമ്പോൾ സത്യം തിരിച്ചറിയാൻ മനസ്സിന് ശക്തി വേണം. ഒരു തിരിച്ചറിവ്, അത് കഴിഞ്ഞാൽ അവളുടെ ജീവിതം പഴയതായിരിക്കില്ല. അതാണ് വെറ്റിലയിൽ കാണുന്നത്. മാതാ ദേവമ്മയ്ക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി. സത്യം താങ്ങാനുള്ള ശക്തി മനസ്സിനില്ലെങ്കിൽ രോഗിയുടെ മാനസികാവസ്ഥ തന്നെ മാറിപ്പോവും. 2ാം ഘട്ട ചികിത്സ കുറച്ചുകൂടി സൂക്ഷിക്കണമെന്നർത്ഥം അല്ലേ ഗുരുജി? അതെ. ആദ്യം വെളിച്ചത്തിലൂടെ ഒരു സഞ്ചാരം, പിന്നെ ഇരുട്ടിലേക്ക്, വീണ്ടും പഴയ വെളിച്ചത്തിലേക്ക്. ഇവിടെ രോഗി ആദ്യം തളരും, പിന്നീട് മാത്രമേ പഴയ ഓർമ്മകളിലേക്ക് സഞ്ചരിക്കാൻ കഴിയൂ. 1ാം ഘട്ട ചികിത്സ കൃത്യമായിരുന്നു.
മരുന്നുകളും പ്രാർത്ഥനയും എല്ലാം സമൃദ്ധിയിൽ നല്ല മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അവളുടെ ശത്രു അവളുടെ മനസ്സ് തന്നെയാണ്. പ്രാർത്ഥന കൊണ്ട് മാത്രമേ അതിനുള്ള ശക്തി നേടാൻ കഴിയൂ. ഞാൻ ശ്രദ്ധിച്ചോളാം. പൂജാകർമ്മങ്ങളും പ്രാർത്ഥനകളും എല്ലാം അതുപോലെ തന്നെ നടക്കട്ടെ. ഉം. എല്ലാവരും കരുതുന്ന പോലെ ഓർമ്മകൾ തിരികെ കിട്ടുന്നത് ചികിത്സയുടെ അവസാനമല്ല, ഈ യാത്രയിൽ തന്നെയാ. അതുതന്നെയാ സമൃദ്ധ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഉം. വരൂ, ഇരിക്കൂ. എന്തായാലും ഗോകുൽ ഇപ്പൊ വന്നത് നന്നായി. ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ ഗുരുജി? ഒന്നാം ഘട്ടത്തിലെ ചികിത്സകൾ പൂർണ്ണ വിജയമാണ്. അടുത്ത ഘട്ടം ആരംഭിക്കാൻ പോവാണ്. ഓർമ്മയുടെ ചില സ്പാർക്കുകൾ ഈ രണ്ടാം ഘട്ടത്തിൽ തന്നെ സമൃദ്ധിയിലേക്ക് വന്നു തുടങ്ങും. അത് എപ്പോ എങ്ങനെയെന്നൊന്നും പറയാൻ സാധിക്കില്ല. രോഗി അതിഭയങ്കരമായി തളർന്നു പോകുന്ന സമയമാണത്. ആ സമയം സമൃദ്ധയ്ക്ക് മാനസികമായ പിൻബലം കൊടുക്കണം. അത് ഗോകുലം കൊണ്ട് മാത്രമേ സാധിക്കൂ. ഞാൻ കൂടെ തന്നെയുണ്ട്. ഇനിയുള്ള ചികിത്സ പൂർത്തിയാക്കാൻ കുറച്ച് ദിവസങ്ങൾ മതി. ഇതുവരെയുള്ള ചികിത്സയുടെ ചില മാറ്റങ്ങൾ സമൃദ്ധിയിൽ കാണാനുണ്ട്. ഗോകുൽ നൽകുന്ന പിൻബലമാണ് അതിനെല്ലാം കാരണം. സമൃദ്ധിക്ക് സഹിക്കാൻ പറ്റുമോ? രണ്ടാം ഘട്ട ചികിത്സ ശരീരത്തിനല്ല, അവളുടെ ആത്മസത്യത്തെ ശക്തിപ്പെടുത്താനുള്ളതാണ്. ഒരർത്ഥത്തിൽ അതൊരു യുദ്ധമാണ്. ആ യുദ്ധം അവസാനിക്കുന്നത് ആത്മസമർപ്പണ പൂജ അവസാനിക്കുമ്പോൾ മാത്രമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി എനിക്ക് ഗോകുലിനോട് പറയാനുള്ളത്. എന്താ ഗുരുജി? രണ്ടാം ഘട്ട ചികിത്സ അവസാനിക്കുമ്പോൾ അവൾ പഴയ സമൃദ്ധി ആയിരിക്കില്ല. ഇനി അഥവാ അങ്ങനെ അല്ലെങ്കിൽ പിന്നീടൊരിക്കലും അവൾ തിരികെ വരികയുമില്ല. എനിക്ക് മനസ്സിലായില്ല ഗുരുജി. ആത്മസമർപ്പണ പൂജ തീരുന്നതിന് മുമ്പ് ഓർമ്മകൾ സമൃദ്ധിയിലേക്ക് തിരിച്ചു വന്നില്ല എങ്കിൽ പിന്നീടൊരിക്കലും ആ ഓർമ്മകൾ വരില്ല. ഇപ്പോഴത്തെ സമൃദ്ധിയായി മാത്രമേ അവൾക്ക് ജീവിക്കാൻ കഴിയൂ. ഒരു പുനർജന്മം മരണം വരെ അസാധ്യമായിരിക്കും.